ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള ചില ട്രൂത്ത്, ഫാക്ട്സ് ഇതെല്ലാമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ വളരെ മികച്ച രീതിയിലും വളരെ സന്തോഷത്തോടെയും മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ മുന്നേറണമെന്നുണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ ഈ നഗ്നമായ സത്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും അതിനെ മനസ്സിലാക്കേണ്ടതും വളരെ അനിവാര്യമായ ഒന്നാണ്. ബിക്കോസ് ജീവിതത്തെക്കുറിച്ചുള്ള ഈ ഫാക്ട്സ്, ട്രൂത്ത് നിങ്ങളെ ജീവിതത്തിൽ മുന്നേറാനും പല സാഹചര്യങ്ങളിലും എത്തരത്തിൽ പ്രതികരിക്കണമെന്നും പല പ്രതിസന്ധികളെയും എത്തരത്തിൽ തരണം ചെയ്യണമെന്നും നിങ്ങളെ പഠിപ്പിക്കും. സോ ഫ്രണ്ട്സ്, ജീവിതം പലപ്പോഴും എന്നെയും നിങ്ങളെയുമെല്ലാം പഠിപ്പിക്കാൻ ശ്രമിച്ച ആ പാഠങ്ങളെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. സോ കുറച്ചു പേരെല്ലാം ജീവിതത്തിൻ്റെ ഈ സത്യത്തെ മനസ്സിലാക്കുകയും അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഭൂരിഭാഗം പേരും ജീവിതം നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഈ പാഠങ്ങളെ മനസ്സിലാക്കുകയോ പഠിക്കാൻ ശ്രമിക്കുകയോ ചെയ്യാറില്ല. ഇതിനാൽ തന്നെ ജീവിതത്തിൽ അവർ പരാജയപ്പെടുകയും അവരുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുകയും പല പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണമാവുകയും ചെയ്യും. സോ ഫ്രണ്ട്സ്, ജീവിതത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പാഠങ്ങൾ. നമ്പർ 1, നോട്ട് എവരി വൺ വിൽ സെലിബ്രേറ്റ് യുവർ സക്സസ്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, എല്ലാവരും നമ്മുടെ വിജയങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷങ്ങളെ ആഗ്രഹിക്കുന്നവരല്ല. നിങ്ങളുടെ സന്തോഷങ്ങൾ എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യവുമല്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വിജയങ്ങളും സന്തോഷങ്ങളും ആരുമായാണ് പങ്കുവയ്ക്കുന്നതെന്ന് മനസ്സിലാക്കുക. സോ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ തന്നെ നിങ്ങളോട് അസൂയയും വിദ്വേഷവും വെച്ച് പുലർത്തുന്നവരുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിജയവും സന്തോഷവും നേട്ടങ്ങളും എല്ലാം പങ്കുവയ്ക്കുന്നത് അതിന് യോജിച്ചവരോടായിരിക്കണം. അല്ലാത്ത പക്ഷേ ഇത് പലപ്പോഴും നിങ്ങളുടെ അവസരങ്ങളെയും നേട്ടങ്ങളെയും നിങ്ങളുടെ വിജയങ്ങളെയും എല്ലാം ഇല്ലാതാക്കാനുള്ള, നിങ്ങളുടെ സന്തോഷങ്ങളെയെല്ലാം നശിപ്പിക്കാനുള്ള കാരണമായി മാറിയേക്കാം. നിങ്ങളെ പിന്തുണയ്ക്കുന്നതിന് പകരം നിരുത്സാഹപ്പെടുത്താനും നിങ്ങളുടെ പല വിജയങ്ങളെയും താഴ്ത്തിക്കെട്ടാനും നിങ്ങൾക്ക് ലഭിക്കേണ്ട പല അവസരങ്ങളെയും ഇല്ലാതാക്കാനുമായിരിക്കും പല ആളുകളുടെയും താല്പര്യം. സോ ഫ്രണ്ട്സ്, ഈ ഒരു സത്യം മനസ്സിലാക്കുക. എല്ലാ ആളുകളും നിങ്ങളുടെ സന്തോഷത്തെ, നേട്ടങ്ങളെ ആഗ്രഹിക്കുന്നവരല്ല. നിങ്ങളുടെ തകർച്ചയും നഷ്ടങ്ങളും ആസ്വദിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. നമ്പർ 2, ചൂസ് യുവർ ബാറ്റിൽസ് വൈസ്ലി. നിങ്ങളുടെ യുദ്ധങ്ങൾ വിവേകപൂർവ്വം തിരഞ്ഞെടുക്കുക. അനാവശ്യമായതോ തീരെ റെലവൻ്റ് അല്ലാത്തതോ ആയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഊർജത്തെ വെറുതെ പാഴാക്കരുത് എന്നതാണ്. സോ പലപ്പോഴും പലരുടെയും അമിതമായ ഈഗോ അല്ലെങ്കിൽ ഒടുക്കത്തെ ദേഷ്യം കാരണം പലപ്പോഴും അവരവരുടെ എനർജി വേസ്റ്റാക്കി കളയാറുണ്ട്. അതായത് അനാവശ്യമായ കാര്യമാണെന്ന് മനസ്സിലായിട്ടും പലരും അവരുടെ സമയത്തെയും എനർജിയെയും എല്ലാം വേസ്റ്റാക്കി കളയാറുണ്ട്. പല തർക്കങ്ങളിലും ഏർപ്പെടാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻസ്റ്റാഗ്രാമിൽ നമുക്കിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത പോസ്റ്റുകൾക്കടിയിൽ ചെന്ന് അനാവശ്യമായി കമൻ്റ് ഇടുകയും അതുപോലെ പല ഇൻവാലിഡ് ആയിട്ടുള്ള കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നതെല്ലാം ഇത്തരത്തിലുള്ളവയ്ക്ക് ഉദാഹരണങ്ങളാണ്. സോ ഫ്രണ്ട്സ്, ചില സാഹചര്യങ്ങളിൽ സംഘർഷങ്ങളെ ഒഴിവാക്കുന്നത് കഴിവുകേടല്ല, മറിച്ച് നിങ്ങളുടെ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങളുടെ ശക്തിയുടെ അടയാളമാണ്, ബലഹീനതയുടേതല്ല. നമ്പർ 3, റെസ്പെക്ട് ഓതേഴ്സ് ബൗണ്ടറീസ്. സോ ഫ്രണ്ട്സ്, എന്നെപ്പോലെ നിങ്ങളെപ്പോലെ തന്നെ എല്ലാവരും അവരുടേതായ രീതിയിൽ അവരുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ മറ്റുള്ളവരുടെ ബൗണ്ടറീസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരിക്കലും പെരുമാറരുത്. ബിക്കോസ് ഇത് പലപ്പോഴും മറ്റുള്ളവർക്ക് നമ്മളോടുള്ള ഇഷ്ടക്കേടിന് കാരണമായേക്കാം. ഇതൊരു നുഴഞ്ഞുകയറ്റമായി മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാനും ഇത് നമുക്ക് തിരിച്ചടിയായി മാറാനും കാരണമാവും. സോ ഫ്രണ്ട്സ്, മറ്റുള്ളവരെ ആവശ്യപ്പെടാതെ അവർക്ക് ഉപദേശങ്ങളോ സഹായങ്ങളോ വാഗ്ദാനം ചെയ്യരുത്. ബിക്കോസ് ഇത് പിന്നീട് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി മാറിയേക്കാം. അവർ ആവശ്യപ്പെടുമ്പോൾ ആളുകൾ പിന്തുണയെ അഭിനന്ദിക്കുന്നു, റെസ്പെക്റ്റ് നൽകുന്നു, അതുപോലെ തന്നെ വാല്യൂ. അല്ലാത്ത പക്ഷം നേരെ തിരിച്ചും. നമ്പർ 4, ലേൺ ടു സേ നോ. നോ എന്ന് പറയാനായി പഠിക്കുക. നിങ്ങൾ എല്ലാത്തിനോടും യെസ് പറയുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തെ വളരെ വലിയ രീതിയിൽ തന്നെ നെഗറ്റീവായി ബാധിക്കും. സോ ഫ്രണ്ട്സ്, നിങ്ങൾ ആരോടായാലും നോ പറയാനായി ശീലിക്കുക. ബിക്കോസ് നിങ്ങൾ ആരോടെങ്കിലും യെസ് പറഞ്ഞ് ശീലിക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് നോ എന്ന് പറയാനുള്ള ധൈര്യം പോലും ഉണ്ടായിരിക്കില്ല. അതുപോലെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നോ എന്ന് പറയേണ്ടി വരികയാണെങ്കിൽ ആ ഒരൊറ്റ കാരണം മതിയായിരിക്കും മറ്റുള്ളവർക്ക് നിങ്ങളെ വെറുക്കാനും നിങ്ങളുമായുള്ള ബന്ധം തന്നെ വേണ്ട എന്ന് വെക്കാനും. ബിക്കോസ് നിങ്ങൾ എല്ലാവരോടും യെസ് പറയുന്നതിലൂടെ ആ ഒരു നിമിഷം കൊണ്ട് തന്നെ പലരും നിങ്ങളിൽ നിന്ന് പലതും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് വേണ്ട പല കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാനും നിങ്ങൾ മൂലം സാധിച്ചെടുക്കാനും അവർ ആഗ്രഹിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊള്ളാമെന്നും കുഴപ്പമില്ലെന്നും എനിക്ക് ഓക്കെ ആണെന്നും എല്ലാം പറയുന്നതിലൂടെ അവർക്ക് വേണ്ട പല കാര്യങ്ങളും നിങ്ങളിലൂടെ സാധിച്ചെടുക്കുകയും നിങ്ങളെക്കൊണ്ട് പലതും ചെയ്യിക്കുകയും
ചെയ്യുന്നു. സോ ഫ്രണ്ട്സ്, ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ സമയത്തെ, നിങ്ങളുടെ എനർജിയെ, നിങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെക്കുന്നതിലൂടെ നിങ്ങളൊരു ഇമോഷണൽ ഫൂളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ സ്ലേവായി ജീവിക്കുന്നതിന് പകരം നോ എന്ന് പറയാനായി ശീലിക്കുക. അഥവാ നിങ്ങൾ എസ് പറഞ്ഞ് ശീലിച്ചൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യാനായി പെട്ടെന്ന് സാധിച്ചെന്ന് വരില്ല. ബിക്കോസ് മറ്റുള്ളവരെന്ത് കരുതും, എന്നെ വെറുക്കുമോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധത്തെ അത് നെഗറ്റീവായി ബാധിക്കുമോ എന്നുള്ള ചിന്തകളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം. അതുപോലെ നിങ്ങളോട് പലതും ഓർഡർ ചെയ്യുന്ന ആ വ്യക്തിക്ക് പലതും ചെയ്തു കൊടുക്കേണ്ടത് പതിയെ പതിയെ നിങ്ങളുടെ ഡ്യൂട്ടിയായി തന്നെ മാറിയേക്കാം. സോ അതുകൊണ്ട് തന്നെ പലർക്കും നിങ്ങളോടും നിങ്ങൾക്ക് അവരോടുള്ള റിലേഷൻഷിപ്പ് തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ളതായിരിക്കാം. അതായത് മറ്റുള്ളവർ പറയുകയും നിങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് സാധിക്കാത്ത, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, നിങ്ങളുടെ എനർജിയും ടൈമും എല്ലാം വേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ ചെയ്യാൻ സാധിക്കില്ല എന്നോ നോ എന്നോ പറയാനായി ശീലിക്കുക. നമ്പർ 5, ട്രസ്റ്റ് ആക്ഷൻസ് ഓവർ വേർഡ്സ്. മറ്റുള്ളവരുടെ വാക്കുകളിലോ വാഗ്ദാനങ്ങളിലോ വീണു പോകുന്ന ഒരാളാകരുത്. അതായത് ആളുകൾ പലതും പറയും. ആളുകൾക്ക് പറയാൻ സാധിക്കാത്തതായിട്ട് എന്താണുള്ളത്? മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുകയോ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. പലരും വളരെ ആത്മാർത്ഥമായി സംസാരിക്കുകയും നിങ്ങളോട് വളരെ സത്യസന്ധരാണെന്ന് തെളിയിക്കാനായി പരിശ്രമിക്കുകയും ചെയ്യും. സോ ഇത്തരത്തിൽ ആളുകളുടെ വാക്കുകളെയോ വാഗ്ദാനങ്ങളെയോ കണ്ണുമടച്ച് വിശ്വസിക്കരുത്. ആളുകൾ നിങ്ങൾക്ക് ലോകത്തെ തന്നെ വാഗ്ദാനം ചെയ്തേക്കാം, എന്നാൽ അവരുടെ യഥാർത്ഥ ഉദ്ദേശം വാക്കുകളിലൂടെയല്ല, മറിച്ച് സ്ഥിരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് വെളിപ്പെടുന്നത്. സോ മറ്റുള്ളവരുടെ പ്രവൃത്തികളും പെരുമാറ്റങ്ങളും എത്തരത്തിലാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളെ വാക്കുകളാലും വാഗ്ദാനങ്ങളാലും പറ്റിക്കുന്നവരെ തിരിച്ചറിയുക. നമ്പർ 6, ഡു നോട്ട് എക്സ്പെക്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങളൊരിക്കലും മറ്റുള്ളവരിൽ നിന്നും നന്ദി പ്രതീക്ഷിക്കരുത്, അല്ലെങ്കിൽ നന്ദി പ്രതീക്ഷിച്ചുകൊണ്ട് ആർക്കും തന്നെ യാതൊന്നും ചെയ്യരുത്. അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതിലൂടെ തിരിച്ച് നന്ദി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും നിരാശയ്ക്ക് കാരണമായേക്കാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ യാതൊന്നും തന്നെ പ്രതീക്ഷിക്കാതെ ചെയ്യാനായി ശ്രമിക്കുക. സോ അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുകയുള്ളൂ. മറിച്ച് നിങ്ങൾ നന്ദിയോ മറ്റെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ച് നിങ്ങൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത് അത് നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് നിരാശയും സങ്കടവും തോന്നിയേക്കാം. സോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതും നിങ്ങൾ ചെയ്യേണ്ടതുമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റുള്ളവർ എത്തരത്തിൽ പെരുമാറുമെന്നുള്ളതോ എന്ത് തിരികെ നൽകുമെന്നുള്ളതോ അവരുടെ തീരുമാനമാണ്. സോ ഫ്രണ്ട്സ്, ജീവിതത്തെക്കുറിച്ചുള്ള ഈ ഫാക്ട്സ്, ട്രൂത്തിനെക്കുറിച്ച് തിരിച്ചറിയുകയും പാഠങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പക്വതയോടെയും ക്ലാരിറ്റിയോടെയും നോക്കി കാണാനും ജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കും.